ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് CS റാങ്ക്ഡുമായിട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെയാണ് നമ്മളിന്ന് കളിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, സത്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, മാപ്പിൽ വന്നേക്കുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തത് ഇപ്പോഴാണ്. എങ്ങനെ ഇരുന്ന ക്ലോക്ക് ടവർ ഇപ്പോൾ അവരെങ്ങനെ ആക്കിയെന്ന് നോക്ക്. ഏതായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഏതായാലും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. അങ്ങനെ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറാമെന്ന് ആദ്യമേ വിചാരിച്ചെങ്കിലും പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് റൗണ്ട് അല്ലേ, പിന്നെ നമ്മുടെ ടീംമേറ്റ്സും എല്ലാവരും സപ്പോർട്ടിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്കും അവരെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിക്ക് ഞാൻ മേളിൽ കയറിയിരുന്നില്ല. പിന്നെ ഈ ഒരു ഗൺ വെച്ച് മേളിൽ കയറുന്നതിൽ നല്ലത് താഴെ നിന്ന് തന്നെ കളിക്കുന്നതായിരുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴത്തേ ഒരു എനിമി മുന്നിലോട്ട് വന്നു. അപ്പം നല്ല രീതിയിൽ ഡാമേജൊക്കെ കൊടുത്തു, ചെറിയ ഹെഡൊക്കെ കയറി എന്ന് പറയാം. ഇപ്പം എൻ്റെ ഹീറ്റേഴ്സ് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ലക്ക് കൊണ്ട് കയറിയതാണ്. ലക്കാണെങ്കിലും സ്കില്ലാണെങ്കിലും ഹെഡ് കയറിയപ്പോഴത്തേനും ഞാൻ ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ അടിച്ച് താഴെ ഇട്ടപ്പോൾ എനിമി ഹാപ്പി ആയെന്ന് വിശ്വസിക്കാം അല്ലേ. അപ്പോഴും കിരീടം സ്വന്തമാകാത്തതിൻ്റെ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ആ സങ്കടം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റൗണ്ടിലിട്ട് കിടക്കുന്നത്. അങ്ങനത്തെ UMP ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൗണ്ടിൽ നമുക്ക് കിരീടം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ. വിശ്വാസം കൈവിടരുതെന്നാണല്ലോ. അങ്ങനെ ഉള്ള വിശ്വാസമൊക്കെ വെച്ചുകൊണ്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ടാവാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഓടിപ്പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം ഞാനും നമ്മുടെ ടീംമേറ്റ്സും എനിമീസിനെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ദേണ്ട ഈ ഒരു സൈഡ് പിടിച്ചു, കാരണം കറങ്ങി ഒരുത്തം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറം എല്ലാവരും കൂടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് കറങ്ങി വന്ന് ബാക്കിൽ നിന്ന് അടിച്ചിടാനുള്ള പ്ലാൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവരവിടെ എയർ ഡ്രോപ്പിൻ്റെ അവിടെ ലൂട്ടും എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ ഓർത്തത് എൻ്റെ നെറ്റ് പോയി എന്നാണ്. പിന്നെ കളി ജയിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്കെന്തോ പ്രശ്നം പറ്റിയതാണ്. എന്തായാലും 2 കില്ലും നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. അയ്യോ, വീണ്ടും സങ്കടം. ഇപ്രാവശ്യം നമുക്ക് MVP ആവാനായിട്ട് പറ്റിയില്ല. 2 കില്ലെടുത്തിട്ടും കാര്യം ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഈ റൗണ്ടിൽ നമുക്ക് MVP അടിക്കാൻ പറ്റുവാണെങ്കിൽ അടിക്കട്ടല്ലേ. അതൊക്കെ പോട്ടെ. അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ റൗണ്ട് സ്റ്റാർട്ട് ആവുന്നത് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനവും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കാമല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ CSലും BR റാങ്കിലും ഒക്കെ ഏത് റാങ്കിലാണ് നിൽക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ആരെങ്കിലും ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ അടിച്ചോ? ഏതായാലും നമ്മുടെ റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് സ്റ്റാർട്ടായപ്പോഴത്തേനും മേളിൽ കയറി ഇരിക്കാനാണ് പ്ലാന്. മേളിലെന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിൽ. സാധാരണ ഈ ഒരു സ്ഥലം വരുമ്പോഴത്തേനും നമ്മൾ മേളിൽ തന്നെയാണ് ഇരിക്കാറ്. പതിവ് തെറ്റിക്കാതെ ഇപ്രാവശ്യം ഓടിച്ചാടി മേളിലോട്ട് കയറുന്നുണ്ട്. അപ്പുറത്തെ, അതായത് ആ ഓപ്പോസിറ്റുള്ള വീട്ടിൽ എനിമി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റിയതും അതുപോലെ എനിമീസിന് നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഏകദേശം എനിമീസ് എവിടെയൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതുപോലെ നമുക്ക് അടിച്ചിടാനും പറ്റും. അപ്പോൾ ഒരുത്തം വന്നപ്പോഴത്തേനും അടിച്ചിട്ടു, അവനെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആൾ അവിടെ നിന്നിട്ട് എന്നെ ശ്രദ്ധിക്കാതെ അവിടെ എനിമി ഉള്ളതുകൊണ്ട് അവിടെ നോക്കി കളിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയം മുതലെടുത്തുകൊണ്ട് ഞാൻ അവനെ അങ്ങനെ നോക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ അതും ഫിനിഷ് ചെയ്തു. അപ്പോൾ താഴെ ഒരു എനിമി നമ്മളെയും കാത്ത് നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത്. ഇനി അവരെല്ലാം ഇവിടോട്ട് വന്നെങ്കിലേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇതിൻ്റെ താഴെ എങ്ങാനും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഈ സൈഡിലൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാനം അങ്ങനെ എനിമിയെ കണ്ടു. പക്ഷേ ഡാമേജ് ഞാൻ അധികം ഒന്നും കൊടുത്തില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ നമ്മുടെ ടീംമേറ്റ് വന്ന് അത് ഫിനിഷ് ചെയ്ത് അങ്ങനെ വിക്ടറി എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തവണ പ്രതീക്ഷിക്കാതെ കിരീടം നമുക്ക് സ്വന്തമായി. അത്രമേൽ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. പിന്നീട് ആ ആഗ്രഹം ഉപേക്ഷിച്ചപ്പോൾ എന്നിലേക്ക് തന്നെ അത് വന്നു. ചിലതൊക്കെ അങ്ങനെയല്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നീട് അത് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കുള്ളതാണെങ്കിൽ കുറച്ച് വൈകിയാണെങ്കിലും അത് നമ്മളുടെ ലൈഫിലേക്ക് എത്തുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ചിലതൊക്കെ നല്ലതിനായിരിക്കും, ചിലതൊക്കെ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാതെ തന്നെ. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിലോട്ട് വന്നാലും തോറ്റു കൊടുക്കാതെ അതിനെല്ലാം ധൈര്യത്തോടെ തന്നെ നേരിടുകയും വേണം. ഇപ്പോൾ ഫ്രീ ഫയർ തന്നെ നമ്മളൊക്കെ എത്ര തവണ പരാജയപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ തോറ്റ് പിന്നീട് കളിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണോ ലൈഫും? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുന്നേ. ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ കുറച്ച് മോട്ടിവേഷനും ആവാം അല്ലേ. ഒന്ന് ഡെസ്പായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എടുത്ത് കേൾക്കാൻ തോന്നിയാലോ, അല്ലെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയാൽ അത് നല്ലതല്ലേ. അങ്ങനെ ഇവിടെ ഞങ്ങളത് എല്ലാവരും കൂടെ ഒന്നിച്ച് കളിച്ച് അവസാനം ബൂയ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.